ഹായ് എവരിവൺ. പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടൂരയാണ്. ഒരു കാലത്ത് വളരെ ഫേമസും എല്ലാവരുടെ പ്രിയപ്പെട്ടതൊക്കെ ആയിരുന്നു. ഇതുവരെയും ബട്ടൂര ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവര് ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അതേപോലെ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കലുള്ളവരാണെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കട്ടോ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പം നമുക്ക് ബട്ടൂര റെഡിയാക്കാം. പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ടിപ്സുകളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. പൊളിച്ച് വന്നത് മാത്രമല്ല വളരെ ടേസ്റ്റിയുമാണ്. നമ്മൾ ഈസ്റ്റ് കൂടാതെയാണ് ഈ ബട്ടൂര റെഡിയാക്കുന്നത്. ഇനി ഇതിന്റെ ഉൾഭാഗം ഒന്ന് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, പുറത്ത് ചെറിയ ക്രിസ്പിനെസ്സും ഉൾഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ബട്ടൂര കിട്ടിയിരിക്കുന്നത്. പെർഫെക്റ്റ് നോർത്ത് ഇന്ത്യൻ പഞ്ചാബി ടേസ്റ്റിലായിട്ടാണ് ഞാൻ ഈ മസാല തയ്യാറാക്കിയിരിക്കുന്നത്. മസാല കൂട്ടുകളുടെ ഒന്നും അല്ലാത്തൊരു ടേസ്റ്റ് അവരുടെ മസാലക്ക് ഉണ്ടായിരുന്നു. അത് എന്തിൻ്റെയെന്ന് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പിടികിട്ടിയത്. അങ്ങനെ അതുകൂടി ഉൾപ്പെടുത്തി വളരെ ടേസ്റ്റി ആയിട്ടാണ് ഞാൻ ഈ മസാല റെഡിയാക്കിയിരിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടൂരയ്ക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഇടുന്ന സമയത്ത് ഞാൻ പറയാം. ഞാനിവിടെ നമ്മുടെ ഡോ തയ്യാറാക്കാനായിട്ട് പരന്നൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദമാവാണ് ഇട്ടുകൊടുക്കുന്നത്. 2 കപ്പും കൊണ്ട് നമുക്ക് 10 ബട്ടൂരോളം കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാനായിട്ട് മാവിൻ്റെ നടുക്കായി കുറച്ച് സ്ഥലം ഉണ്ടാക്കാം. ഇനി ആദ്യം തന്നെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് മൈദമാവിന് 2 ടീസ്പൂണോളം ഉപ്പ് വേണ്ടി വരും കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഒരു 2 പിഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ, കൂടി പോകണ്ട. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇത് രണ്ടും ഇതിലേക്ക് വേണം. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇനി ഇതിലേക്ക് പിശുക്ക് കാണിക്കാതെ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ഒഴിക്കാൻ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 4 ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ഇത് കട്ട തൈര് ഒന്നല്ല കേട്ടോ, സാധാ തൈര് മതി. പുളിയുള്ള സാധാ തൈര്. പുളിയുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി വെച്ച് ഒത്തിരി അങ്ങ് പുളിയായതാണെങ്കിൽ അതെടുക്കരുത് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പുളിയുള്ള തൈര് ഇട്ടുന്നത് ഒരുപാട് അങ്ങ് പുളി ഉണ്ടാവില്ലല്ലോ, അതെടുക്കാം. ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഒഴിച്ചത് ഓയിലും തൈരുമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മുടെ ബട്ടൂര നന്നായിട്ട് പൊങ്ങി വരാൻ സഹായിക്കുന്നത് ഇവരൊക്കെയാണ്. ഇനി ഇതിലേക്ക് ഒരാൾ കൂടി വരാനുണ്ട് കേട്ടോ. ഇത് അവസാനത്തേക്ക് ഞാൻ വെച്ചത് അത്ര പ്രാധാന്യമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ബട്ടൂര ഇച്ചിരി ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കുക. ഇനി മാവിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ഡോ തയ്യാറാക്കിയെടുക്കാം. ഡോ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡോയ്ക്ക് നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ് വേണം. അതുകൊണ്ട് ഇച്ചിരി ലൂസി തന്നെ കുഴച്ചെടുക്കാം. എനിക്കിവിടെ 1/2 കപ്പിന് താഴെ വെള്ളം വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സെയിം അളവിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി ഒഴിച്ചെടുക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം അനുസരിച്ച് പിന്നെ കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക. ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഇച്ചിരി സ്റ്റിക്കാണ്, അത് കുഴപ്പമില്ല. നമുക്ക് ബട്ടൂര നന്നാവുന്നതല്ലേ കാര്യം. അപ്പോൾ വല്ലാതെ അങ്ങ് കൈ ഒട്ടി പിടിക്കുമ്പോൾ കത്തി വെച്ച് ഇങ്ങനെ കളഞ്ഞിട്ട് വീണ്ടും ഒന്ന് കൈ കഴുകി ഓയിൽ തേച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കുഴക്കുക. പൊറോട്ട പോലെ ഒരുപാട് നേരോട്ട് കുഴക്കാനൊന്നുമില്ല കേട്ടോ. നമ്മുടെ പഞ്ചസാരയും തൈരും ഓയിലൊക്കെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മതി. ഇപ്പം നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇച്ചിരി സ്റ്റിക്കിയാണ്, സാറില്ല. നമ്മൾ പെർമനൻ്റ് ചെയ്ത് എടുത്തുമ്പോൾ ഇത് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് കറക്റ്റായിട്ട് പറ്റിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഡോ പെർമനൻ്റ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ വെക്കണം നമുക്ക്. പക്ഷേ ഇപ്പോഴത്തെ ഈ മഞ്ഞിൻ്റെ കാലാവസ്ഥയിൽ 2 മണിക്കൂറും കൊണ്ട് ആവില്ല കേട്ടോ, 4 മണിക്കൂറൊക്കെ വേണ്ടി വരും. നമ്മുടെ ഡോ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ മുകളിലും കൂടി കുറച്ച് ഓയിൽ തേച്ചെടുത്ത് അടച്ച് നമുക്ക് 4 മണിക്കൂർ പെർമനൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഡോ പെർമനൻ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചോല മസാല റെഡിയാക്കി എടുക്കാം. ചോല മസാല ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സാധാരണ കടലയാണ്. ശരിക്കും ഇതിന് വേണ്ടത് കാബൂളി ചന കേട്ടോ, വലിയ സൈസിലുള്ള വെളുത്തിട്ടുള്ളത്. ബട്ടൂര ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പക്ഷേ ചോല മസാല അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അളവിലാണ് ചെയ്യുന്നത് കേട്ടോ. 1/2 കപ്പിന് താഴെ ആയിട്ടുള്ള അളവാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് കേട്ടോ. കുതിർത്തിയ വെള്ളം ഞാൻ അങ്ങ് ഊറ്റി കളഞ്ഞു. നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് അടിച്ചാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുതിർത്തിയ വെള്ളം കളയണ്ട. അത് നല്ല പോഷകഗുണമൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന കടല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കുതിർത്തി വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തേപ്പാടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചോല മസാല റെഡിയാക്കുന്നത് പെർഫെക്റ്റ് പഞ്ചാബി ടേസ്റ്റിലാട്ടോ. അപ്പോൾ നമ്മുടെ ഈ മസാലക്ക് ശരിക്കും ആ പഞ്ചാബി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ നെല്ലിക്ക. നിങ്ങൾ ആ ചോല മസാല കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരു ചവർപ്പോ മധുരോ ഉപ്പോ പുളിയോ കയ്പോ ചവർപ്പോ എന്നല്ലാത്തൊരു ടേസ്റ്റ് അവരുടെ ചന മസാലയ്ക്ക് ഉണ്ടാവലുണ്ട്, ചോല മസാലയ്ക്ക്. അങ്ങനെ അവരുടെ ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ അവർ ചേർക്കുന്നത് ഡ്രൈഡ് ആംലയാണ്. അപ്പോൾ ഞാനിവിടെ നോക്കിയിട്ട് ഡ്രൈഡ് കിട്ടാനില്ല. അപ്പോൾ ഞാൻ പച്ച വാങ്ങിച്ചിട്ട് മുറിച്ചിടാണ്. ശരിക്കും ആ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കടല വേവുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പരിപ്പിൻ്റെ കടലയുടെ ഒപ്പം പുളിയുള്ളത് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പരിപ്പ് കടലൊന്നും വേവില്ല. അപ്പോൾ ആ പ്രശ്നം ഒഴിവാക്കാനായിട്ട് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്കയിൽ നിന്ന് വരുന്ന ആസിഡൊക്കെ അങ്ങോട്ട് ന്യൂട്രലൈസ് ആയി പോയിക്കോളും. ഇനി ഇതിലേക്ക് കടല വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം ഇച്ചിരി അധികം ഒഴിച്ചെടുക്കാം കേട്ടോ. കടലൊക്കെ ഇച്ചിരി അധികം വേവല്ലേ, കുറച്ച് സമയം ഇരുന്ന് വേവണമല്ലോ. കുറച്ചധികം വെള്ളം ഒഴിച്ചെടുക്കാം. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കുക്കർ അടിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഓരോ കുക്കർ അനുസരിച്ച് വേവ് വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച ശേഷം 15 മിനിറ്റും കൂടി സിമ്മിലിട്ടാണ് വേവിക്കുന്നത്. ഇനി നമുക്ക് ചോല മസാലയ്ക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ മസാല റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ സവാള എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ.
എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. പിന്നെ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒരെണ്ണം കൂടി കീറിടാം. ഞാനിപ്പോൾ കുറച്ച് കടലല്ലേ എടുത്തോളൂ, അതിനുള്ള എരിവ് നമ്മുടെ ബാക്കിയുള്ള മസാലയും കൊണ്ട് തന്നെ ആവും. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പച്ചമുളക് ഇഞ്ചി ഞാൻ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട്, അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണത്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കായൊക്കെ കളഞ്ഞാണ് ഞാൻ അരിഞ്ഞ് വെക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അതൊന്ന് ചതച്ചെടുക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പേസ്റ്റ് വേണം. തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി എടുത്താലും മതി കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി എടുക്കാം. തക്കാളി ആകുമ്പോൾ ടൊമാറ്റോ പ്യൂരിയുടെ അത്ര അങ്ങോട്ട് വേണ്ടി വരില്ല, തക്കാളിക്ക് പുളിയൊക്കെ കൂടുതലല്ലേ. ഞാൻ 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ മറ്റേ വോൾ സ്പൈസസും പൊടികളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറയാം കേട്ടോ. ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലായിട്ട് ഒഴിക്കുന്നത്. ഇതിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കരുത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കുക. ഓയിൽ വല്ലാതെ അങ്ങ് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ചൂടാവാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നല്ല ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ഇലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പമുള്ള പട്ട ഇട്ട് കൊടുക്കുക. ഈ പട്ടയ്ക്ക് ഒട്ടും കനൂല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 ഇട്ടേക്കുന്നത്. 2 കറിയാമ്പ് ഇട്ട് കൊടുക്കുക. വലിയ കറിയാമ്പാണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ, ഇത് തീരെ പൊടിയായതുകൊണ്ടാണ് 2 ഇടുന്നത്. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ബേ ലീഫ് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങളുടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട. അതുപോലെ പട്ടയും കറിയാമ്പും ഗ്രാമ്പും ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാല പൊടി ഇട്ടാൽ മതി, ലാസ്റ്റ് പൊടികളൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇട്ടാൽ മതി. ഇപ്പോൾ ഈ സ്പൈസസ് ഒക്കെ 1 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മസാലയുടെ നല്ല സ്മെല്ലാണ്. ഈ സമയത്ത് നമുക്ക് സവാള അരച്ചതിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ആവണവരെ വഴറ്റി കൊടുക്കണം. നമ്മൾ അരച്ച് വെച്ചേക്കണമെങ്കിലും നന്നായിട്ട് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് മനസ്സിലാവും. നമ്മുടെ കടലയുടെ വിസിലൊക്കെ പോയിരിപ്പുണ്ട്, അതൊന്ന് വെന്തോന്ന് നോക്കാം. കടല പറഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ആവണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ചുങ്ങി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ച സ്മെല്ലൊക്കെ പോകണവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ ഇറച്ചിക്കൊക്കെ സവാള വഴറ്റുമ്പോൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നവർ നന്നായിട്ട് അധികം സമയം തന്നെ ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് ചന മസാല പൗഡർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് 1 ടീസ്പൂൺ ഇടാം. ഇനി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ നല്ല ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണും ഗരം മസാല പൗഡർ ജീരകം ഇല്ലാണ്ട് പൊടിച്ചത്, പെരുംജീരകം ഇല്ല അതിൽ നമ്മൾ ഇടണേ, അത് ഇടരുത്. അതില്ലാതെ പൊടിച്ചതുണ്ടെങ്കിൽ അതും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ഇടുന്നില്ല, പക്ഷേ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടികളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തക്കാളി അരച്ചതിട്ട് കൊടുക്കാം. തക്കാളി ഇടുമ്പോൾ ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ വിടാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എണ്ണയൊക്കെ തെളിയുന്നത് വരെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവുന്നതും ഹൈ ഫ്ലെയിമിൽ കിടന്ന് വേവുന്നതും 2 ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ എന്നെ 3-4 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആകെ മാറി, ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു പോരാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കടലിട്ട് കൊടുക്കുക. കടല നന്നായിട്ട് ചൂടായിരുന്നുകൊണ്ട് ഇപ്പോൾ തന്നെ അത് തിളച്ച് വന്നു കേട്ടോ. ഇതിലേക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. കുറച്ച് സമയം നന്നായിട്ട് തിളച്ച് കടലയിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടി തിളക്കണമല്ലോ, അപ്പോൾ വെള്ളം കുറയുമെന്നാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഞാൻ 2ാമത് വെള്ളം ഒഴിച്ചെടുത്ത ശേഷം ഇതിപ്പോൾ തിളച്ച് വരണുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ പുതിനയിൽ ഇട്ട് കൊടുക്കണം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ തിളച്ച് നന്നായിട്ട് വറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അജ്വൈൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ചെറിയ കുരുകുരു വന്നിരിക്കുന്ന ജീരകം ഉണ്ടല്ലോ, അജ്വൈൻ എന്ന് പറഞ്ഞിട്ട് 1/2 ടീസ്പൂൺ അതൊന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും വരും. അത് തന്നെയല്ല നമ്മൾ കഴിച്ചതൊക്കെ ഡൈജസ്റ്റ് ആയി പോകാനും സഹായിക്കുന്നതാണല്ലോ, നല്ല ഹെൽത്തിയാണ്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കിയപ്പോൾ കാണണേ, അത് കാണുന്നില്ല എടുത്തത്. ഇപ്പോൾ ഞാൻ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ കറി കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. ചൂടിന് തന്നെ ഇട്ടേക്കണം. ഇപ്പോൾ തന്നെ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കഴിക്കാം. നമ്മുടെ ഡോ ഇവിടെ പെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 4 മണിക്കൂറായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഈസ്റ്റ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തണുത്ത കാലാവസ്ഥയും കൊണ്ടും ഒരുപാട് അങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മുടെ ബട്ടൂരയ്ക്ക് ഇത് മതി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂര നമുക്ക് ഇതുകൊണ്ട് കിട്ടും. നമ്മുടെ ഡോ പെർമെൻറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇത് കുഴക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫില്ലായിട്ടുള്ള എയറൊക്കെ വീണ്ടും നഷ്ടപ്പെടും. ഇനി ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബോൾ റെഡിയാക്കുക. എന്നിട്ട് പരുത്തി നമുക്ക് ചുട്ടെടുക്കാം. ബട്ടൂര പരുത്തി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബട്ടൂര ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ബട്ടൂര നന്നായിട്ട് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നന്നായിട്ട് ചൂടായി പുക വരുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് ബട്ടൂര ഇട്ട് കൊടുക്കാൻ. ഞാൻ നമ്മുടെ ബട്ടൂര എല്ലാം പ്രസ്സിലാട്ടോ ചുട്ടെടുക്കുന്നത്. പ്രസ്സിലാവുമ്പോൾ നമ്മുടെ ചുടലും പരത്തലും എല്ലാം ഒപ്പം പെട്ടെന്ന് കഴിയും. ഇനി പ്രസ്സില്ലാത്തവർക്കായിട്ട് ആദ്യത്തെ പറഞ്ഞ ചപ്പാത്തി പലകയിലൊന്ന് പരത്തി കാണിക്കാം. ചപ്പാത്തി പലകയിൽ പൊടിയിട്ട് പരത്തരുത് കേട്ടോ, ഇതിൽ ഓയിൽ ഒഴിച്ചെടുത്ത് പരത്താം. അതിനായിട്ട് ചപ്പാത്തി പലകയിലും നമ്മൾ പരത്തുന്ന കോലിലും എല്ലാം ഒട്ടിപ്പിടിക്കാതെ ഓയിൽ തേച്ച് കൊടുക്കുക. നമ്മുടെ ബോൾസ് പരമാവധി ക്രാക്സ് ഇല്ലാതെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഞാൻ എടുത്തേക്കുന്ന അത്രയും ലൂസിലാണ് മാവ് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ പരത്തുന്ന സമയത്ത് തന്നെ അങ്ങ് ഒട്ടിപ്പിച്ചോളും, ഓയിലും അല്ലേ പറ്റുന്നത്. ഇനി നിങ്ങൾ ലൂസില്ലാതെ നല്ല ബലത്തിലാണ് കുഴച്ചെടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ ക്രാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെ നമ്മൾ ഉണ്ടകൾ ഉണ്ടാക്കുമ്പോൾ ചെറിയ ക്രാക്സ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് നഗരാനായിട്ട് സമയം എടുക്കും. പിന്നെ നിങ്ങൾ പൊടിയിലും കൂടിയാണ് പരത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാൻ വേണ്ട. അതിൻ്റെ ഇടയിലൊക്കെ പൊടി കയറിയിട്ട് ഒട്ടും ക്രാക്സ് നഗരില്ല. അപ്പോൾ നമ്മൾ ഓയിലേക്ക് വരുന്ന സമയത്ത് പൊങ്ങി വരാൻ ബുദ്ധിമുട്ട് വരും. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതുപോലെ നമ്മൾ പരത്തുന്ന കോലിൻ്റെ അരികു കൊണ്ട് മുറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
ഇത് നമ്മൾ ഓയിൽ തേച്ചെടുത്ത് പറ്റുന്നതുകൊണ്ട് ചപ്പാത്തി പറ്റുന്നവര് ഇങ്ങനെ തിരിച്ചെടുത്ത് പറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ആകൃതിയിൽ നിങ്ങൾ അധികം ശ്രദ്ധിക്കേണ്ട, ടേസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഓയിൽ നന്നായിട്ട് തിളച്ച് പുക വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പരത്തിയെടുത്ത ബട്ടൂര ഇട്ട് കൊടുക്കുക. ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബട്ടൂരയുടെ മാവിൽ നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഓയിൽ നല്ല തിളച്ച് ചൂടായിരിക്കും വേണം. ഇത് രണ്ടും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബട്ടൂര ഇടുമ്പോൾ തന്നെ കുറച്ച് സമയം താഴെ പോയി ഇതുപോലെ പിണങ്ങിയൊക്കെ കിടക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. ആ സമയത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് പൊളപ്പിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഓയിൽ വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓയിൽ കോരി വെച്ചാലും മതി മുകളിലേക്ക്. രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് കോരിയെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ടാവും, നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തത് ഞാൻ പ്രസ്സിലാട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് പ്രസ്സിൽ രണ്ട് സൈഡിലും നന്നായിട്ട് ഓയിൽ തേച്ചെടുക്കുക. എന്നിട്ട് ബോൾ വെച്ചെടുത്ത് പരത്തിയെടുക്കാം. ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പം പരത്തി ചുട്ടെടുക്കാം. സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം തിളച്ച എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. അതിനുശേഷം അത് താഴെ നിന്ന് പൊങ്ങി വന്നു കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് മറിയിലൊക്കെ തന്നെ മറിഞ്ഞിട്ടോ. ഇനി ലൈറ്റ് ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് വഴി എന്നെ ഒന്ന് അറിയിക്കുക. എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.